ഹലോ കൂട്ടുകാരെ, കേരള സിലബസ് മാത്സ് കംപ്ലീറ്റ് ഗൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 9ാം ക്ലാസ്സിലെ ഗണിതത്തിൻ്റെ അധ്യായം 2 പുതിയ സംഖ്യകൾ 8ാമത്തെ വീഡിയോ ആണ് ഇത്. ഇന്ന് നമ്മൾ 26ാം പേജിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. എന്താണ് ചോദ്യം? ചോദ്യം നോക്കൂ. വലതുവശത്ത് കൊടുത്തിരിക്കുന്നതാണ് ചോദ്യം. ചുവടെയുള്ള ഓരോ ചിത്രത്തിലെയും സമചതുരത്തിന്റെ പരപ്പളവും വശത്തിന്റെ നീളവും കണക്കാക്കുക. അപ്പൊ നമുക്ക് ഈ നീല സമചതുരത്തിന്റെ പരപ്പളവാണ് കാണേണ്ടത്, അതിന്റെ ഒരു വശത്തിന്റെ നീളമാണ് കാണേണ്ടത്. അങ്ങനെ നമുക്ക് ഇവിടെ 3 ചിത്രങ്ങളാണുള്ളത്. ചിത്രം 1, ചിത്രം 2, ചിത്രം 3. ഓക്കെ, ഇനി നമുക്ക് ഈ ചിത്രത്തിൽ എല്ലാ ചിത്രത്തിലും നമുക്ക് സമചതുരം ഏത് വശത്തിന്റെ ഭാഗമായാണ് വരുന്നതെന്ന് ശ്രദ്ധിക്കൂ. 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിനാണ് ആ സമചതുരം വരുന്നത്. അപ്പോൾ 90 ഡിഗ്രിക്ക് എതിരെ വരുന്ന വശം കർണമാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ കർണം വശമായി വരുന്ന സമചതുരത്തിന്റെ പരപ്പളവാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി 2 വശങ്ങളായിട്ടുള്ള ലംബവും അതേപോലെ തന്നെ പാദവും കിട്ടുകയാണെങ്കിൽ ലംബത്തിന്റെ വർഗം പ്ലസ് പാദത്തിന്റെ വർഗമായിരിക്കും നമ്മുടെ കർണം വശം വരുന്ന ചതുരത്തിന്റെ പരപ്പളവ്. അത് നമുക്കറിയാം. ഇനി 2ാമത്തെ ചിത്രത്തിലും അതെ, 90 ഡിഗ്രിക്ക് എതിരെ കിടക്കുന്ന വശമാണ് കർണം. അപ്പോ ഇവിടെയും എന്താണ്? കർണം വശമായി വരുന്ന വശത്തിന്റെ പരപ്പളവാണ് കാണേണ്ടത്. 3ാമത്തെ ചിത്രത്തിലും അതുപോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം? ഒരു മട്ടത്രികോണത്തിന്റെ കർണം വശമായി വരുന്ന സമചതുരത്തിന്റെ പരപ്പളവ് മറ്റു 2 വശങ്ങളിലെ മറ്റ് 2 വശങ്ങളിലെ സമചതുരത്തിന്റെ പരപ്പളവിന്റെ തുകയ്ക്ക് തുല്യമാണ്. തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ചിത്രം 1ലേക്ക് പോവാം. ഈ ചിത്രം 1ൽ നമുക്ക് 2 മട്ടത്രികോണങ്ങളാണ് ഉള്ളത്. മട്ടത്രികോണം 1, മട്ടത്രികോണം 2. ഈ 1ാമത്തെ മട്ടത്രികോണം, അതിൽ കർണം വശമായി നമ്മളൊരു സമചതുരം വരച്ചാൽ അതിന്റെ പരപ്പളവ് എന്തായിരിക്കും? നമ്മൾ എല്ലാ ഭാഗത്തും ഇവിടെ എല്ലായിടത്തും നമ്മൾ എന്താണ്? പരപ്പളവ് മാത്രം ഉപയോഗിച്ചാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചിത്രം 1ല് ഇത് 1ാമത്തെ ത്രികോണം, മട്ടത്രികോണം. 1ാമത്തെ മട്ടത്രികോണത്തിന്റെ
കർണത്തോട് ചേർന്ന് വരുന്ന സമചതുരം. സമചതുരത്തിന്റെ പരപ്പളവ് എന്തായിരിക്കും? മറ്റ് രണ്ട് വശങ്ങളുടെ സമചതുരത്തിന്റെ തുകയായിരിക്കും. അതായത് 1 മീറ്ററിന്റെ എന്തായിരിക്കും? 1 സ്ക്വയർ 1 ആയിരിക്കും. ഈ വശത്തിൻ്റെതും എന്തായിരിക്കും? 1 സ്ക്വയർ ആയിരിക്കും. അപ്പോൾ എന്താണ്? 2. ഓക്കെ, 2 എന്താ യൂണിറ്റ് ഇവിടെ? മീറ്റർ. അപ്പോ ഇവിടെ നമുക്ക് എന്താണ്? ഇത് വശമായി വരുന്ന സമചതുരത്തിന്റെ പരപ്പളവാണ് 2 മീറ്റർ. ഇനി നമുക്ക് രണ്ടാമത്തെ മട്ടത്രികോണത്തിലെ രണ്ടാമത്തെ ത്രികോണം എന്ന് പറഞ്ഞാലും മതി. രണ്ടാമത്തെ മട്ടത്രികോണത്തിന്റെ കർണം ചേർന്ന് വരുന്ന സമചതുരത്തിന്റെ പരപ്പളവ് അത് എത്രയായിരിക്കും? ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ത്രികോണത്തിന്റെ കർണം. അപ്പോൾ ഇത് ചേർന്ന് വരുന്ന സമചതുരം എന്ന് പറയുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വശവുമായി ചേർന്ന് വരുന്ന സമചതുരത്തിന്റെ പരപ്പളവ് അത് ഓൾറെഡി 2 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 2 പ്ലസ് ഇതിൻ്റെത് എത്രയായിരിക്കും? 1 ഇൻറ്റു 1 1 സ്ക്വയർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 പ്ലസ് 1 3 എന്ന് കിട്ടും. അതായത് 3 പരപ്പളവാണ്. അപ്പോൾ മീറ്റർ സ്ക്വയർ വേണം, അല്ലെങ്കിൽ ചതുരശ്ര മീറ്റർ എന്ന് എഴുതണം. ഓക്കെ, അതെപ്പോഴും തെറ്റിപ്പോകുന്നു എനിക്ക്. 2 ചതുരശ്ര മീറ്റർ. ഓക്കെ, ഇവിടെ 3 ചതുരശ്ര മീറ്റർ, അല്ലെങ്കിൽ നമുക്ക് മീറ്ററിന്റെ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായിരിക്കും? ഷെയ്ഡ് ചെയ്ത ഭാഗമാണല്ലോ ഈ സമചതുരം. ആയതുകൊണ്ട് ഷെയ്ഡ് ചെയ്ത സമചതുരത്തിന്റെ പരപ്പളവ് എന്തായിരിക്കും? 3 മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ആയതുകൊണ്ട് ഷെയ്ഡ് ചെയ്ത സമചതുരത്തിന്റെ പരപ്പളവ് എന്തായിരിക്കും? ഈ 3 ആയിരിക്കും. 3 മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഒരു വശത്തിന്റെ നീളം എന്തായിരിക്കും? സമചതുരത്തിന്റെ വശത്തിന്റെ നീളം. അപ്പോൾ ഒരു സമചതുരത്തിന്റെ പരപ്പളവ് 3 മീറ്റർ സ്ക്വയർ ആയാൽ അതിന്റെ വശത്തിന്റെ നീളം ഇതിന്റെ റൂട്ട് ആയിരിക്കും. √3 മീറ്റർ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ ത്രികോണത്തിന്റെ കർണം വശമായി വരുന്ന സമചതുരത്തിന്റെ പരപ്പളവ് അത് നമ്മളിവിടെ എഴുതി വെച്ചു. ഇനി നമ്മൾ എന്താണ്? രണ്ടാമത്തെ ത്രികോണത്തിന്റെ കർണം വശമായി വരുന്ന സമചതുരത്തിന്റെ പരപ്പളവ് അതെന്ന് പറയുമ്പോൾ മറ്റ് രണ്ട് വശങ്ങളും മറ്റ് രണ്ട് വശങ്ങളും വരുന്ന സമചതുരത്തിന്റെ പരപ്പളവിന്റെ തുകയായിരിക്കും. അപ്പോൾ 2 പ്ലസ് 1ന്റെ വർഗം. അപ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചിത്രം നോക്കിയാലോ? ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചിത്രം നോക്കൂ. ഇതാണ് രണ്ടാമത്തെ ചിത്രം. അപ്പോൾ ചിത്രം 2 നോക്കുന്ന സമയത്ത്
നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ഒരു മട്ടത്രികോണം, രണ്ടാമത്തെ മട്ടത്രികോണം, ഇത് മൂന്നാമത്തെ മട്ടത്രികോണം. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യണം? ഒന്നാമത്തെ ത്രികോണത്തിന്റെ കർണത്തോട് ചേർന്ന് വരുന്ന സമചതുരത്തിന്റെ പരപ്പളവ് അതെത്രയാ? ഒന്നാമത്തെ ത്രികോണത്തിന്റെ കർണത്തോട് ചേർന്ന് വരുന്ന സമചതുരത്തിന്റെ പരപ്പളവ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, അപ്പോൾ 2. ഓക്കെ, 2 ചതുരശ്ര മീറ്റർ. ഇനി അപ്പോൾ ഇത് വശമായി വരുന്ന അതിൻ്റെ പരപ്പളവാണ് നമ്മൾ ഇവിടെ 2 ചതുരശ്ര മീറ്റർ എന്ന് എഴുതിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? രണ്ടാമത്തെ ത്രികോണത്തിന്റെ കർണം, രണ്ടാമത്തെ ത്രികോണത്തിന്റെ കർണം ചേർന്ന് വരുന്ന സമചതുരത്തിന്റെ പരപ്പളവ് അതെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ വശത്തിന്റെ സമചതുരം അതിൻ്റെത് എത്രയാ? 2 ആണ്. ഇനി മറ്റേ വശത്തിൻ്റെത് ഇവിടെ കാണണം, 1 × 1, അപ്പോൾ 1 സ്ക്വയർ. അപ്പോൾ നമുക്ക് 2 + 1 3 ചതുരശ്ര മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അത് ഞാൻ 3 മീറ്റർ സ്ക്വയർ എന്ന് എഴുതി. അപ്പോൾ അതിൻ്റെ കിട്ടി. ഇനി നമുക്ക് എന്താണ്? മൂന്നാമത്തെ ത്രികോണം, അതായത് നമ്മുടെ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മൂന്നാമത്തെ ത്രികോണം എന്ന് പറയുമ്പോൾ ഷെയ്ഡ് ചെയ്ത ത്രികോണത്തിന്റെ ഷെയ്ഡ് ചെയ്തെന്നല്ല, തെറ്റിപ്പോയി. ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ത്രികോണമല്ലല്ലോ, അപ്പോൾ മൂന്നാമത്തെ തന്നെ വേണം. മൂന്നാമത്തെ ത്രികോണത്തിന്റെ കർണം ചേർന്ന് വരുന്ന, ഇവിടെ നമുക്ക് ഷെയ്ഡ് ചെയ്ത സമചതുരത്തിന്റെ എന്ന് എഴുതാം. ഷെയ്ഡ് ചെയ്ത സമചതുരത്തിന്റെ പരപ്പളവ് അതെന്ന് പറയുമ്പോൾ ഞാൻ ഈ പച്ച ഇട്ടുണ്ടല്ലോ, ആ സമചതുരത്തിന്റെ പരപ്പളവ് അത് എത്രയാണ് വരുന്നത്? 3 ആണ്. അതിനോട് കൂടി നമ്മുടെ പാദത്തിന്റെ വർഗ്ഗം എടുക്കാം. അപ്പോൾ നമുക്ക് 3 + 1 4 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഷെയ്ഡ് ചെയ്ത സമചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ്? 4 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ വശത്തിന്റെ നീളം എന്തായിരിക്കും? സമചതുരത്തിന്റെ വശത്തിന്റെ നീളം ഇതിന്റെ വർഗ്ഗമൂലം, അതായത് റൂട്ടായിരിക്കും. √4 നമുക്കറിയാം, 2ന്റെ വർഗ്ഗമാണ് 4, അതുകൊണ്ട് √4 2 ആണ്. 2 മീറ്റർ സ്ക്വയർ, മീറ്റർ സ്ക്വയർ വരില്ല, 2 മീറ്റർ. ഓക്കെ, നീളമാണ്, അതുകൊണ്ട് മീറ്റർ. പരപ്പളവാകുമ്പോൾ മീറ്റർ സ്ക്വയർ. അപ്പോൾ √4 എന്ന് പറയുമ്പോൾ 2 മീറ്റർ. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? മൂന്നാമത്തെ ചിത്രത്തിലേക്ക് കടന്നാലോ? മൂന്നാമത്തെ ചിത്രത്തിലും ഇതേപോലെ തന്നെ നമുക്ക് പറയാം.
ഇവിടെ നമുക്ക് 4 ത്രികോണങ്ങളുണ്ട്, മറ്റു ത്രികോണങ്ങളുണ്ട്. 1, 2, 3, 4. ഓക്കെ. അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എഴുതാം. ഒന്നാമത്തെ ത്രികോണത്തിന്റെ കർണത്തോട് ചേർന്ന് വരുന്ന സമചതുരത്തിന്റെ പരപ്പളവ് അത് എത്രയായിരിക്കും? 2 ആയിരിക്കും. ഇനി അപ്പോ ഇത് വരുന്നത്. ഇനി രണ്ടാമത്തെ ത്രികോണത്തിന്റെ കർണം ചേർന്ന് വരുന്ന സമചതുരത്തിന്റെ പരപ്പളവ്, ഇതിൻ്റെത് എത്രയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? 2 കിട്ടിയിരുന്നു. ഇവിടെ നമുക്ക് 1ന്റെ വർഗം, അപ്പം 3 എന്ന് കിട്ടും. ഓക്കെ. ഇനി മൂന്നാമത്തെ ത്രികോണത്തിന്റെ കർണം വശമായി വരുന്ന സമചതുരത്തിന്റെ പരപ്പളവ്. അപ്പൊ എന്ത് കിട്ടും? ഇതുവരെ ഉള്ളത് 3 ആണ്. 3 പ്ലസ് 1 സ്ക്വയർ. അപ്പൊ നമുക്ക് 4 എന്ന് കിട്ടും. ഓക്കെ. ഇനി എന്ത് വേണം? നാലാമത്തെ ത്രികോണം. നാലാമത്തെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കാര്യം ചെയ്യാം. ചിത്രം 3 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എടുത്ത് എഴുതണം. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഇത്രയും കാര്യങ്ങൾ ആവശ്യമുണ്ട് നമുക്ക്. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് മൂന്നാമത്തെ ചിത്രം നോക്കുമ്പോൾ ഒന്നാമത്തെ ത്രികോണത്തിന്റെ കർണത്തോട് ചേർന്ന് വരുന്ന സമചതുരത്തിന്റെ പരപ്പളവ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 2 ചതുരശ്ര മീറ്റർ ആണ്. ഓക്കെ. ഇനി ഇതാണ് രണ്ടാമത്തെ ത്രികോണം. രണ്ടാമത്തെ ത്രികോണത്തിന്റെ കർണം ചേർന്ന് വരുന്ന സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുമ്പോൾ ഈ വശം ചേർന്ന് വരുന്ന സമചതുരത്തിന്റെ പരപ്പളവ് അത് നമുക്ക് 2 ആണ്. ആ 2നോട് കൂടി ഈ വശത്തിൻ്റെത് വേണം, അത് 1 സ്ക്വയർ. അപ്പോൾ 3 മീറ്റർ സ്ക്വയർ. ഇനി മൂന്നാമത്തെ ത്രികോണം, ഇതാണ് മൂന്നാമത്തേത്. മൂന്നാമത്തെ ത്രികോണത്തിന്റെ കർണം ചേർന്ന് വരുന്ന ഷെയ്ഡ് ചെയ്ത സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുമ്പോൾ ഈ വശത്തിൻ്റെത് എത്രയാ? 3 ആണ്. പിന്നെ താഴെ വശം വരുന്ന സമചതുരത്തിൻ്റെത് 1 സ്ക്വയർ. അപ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഷെയ്ഡ് ചെയ്ത എന്നില്ല, അത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെയാണ്. ഓക്കെ. ഇനി നമുക്ക് എന്ത് വേണം? നാലാമത്തെ ത്രികോണത്തിന്റെ കർണം ചേർന്ന് വരുന്ന നാലാമത്തെ ത്രികോണത്തിന്റെ കർണം ചേർന്ന് വരുമ്പോൾ അതെന്തായി? ഷെയ്ഡ് ചെയ്ത സമചതുരത്തിന്റെ പരപ്പളവ് അതെന്ന് പറയുമ്പോൾ ഏതാണ്? ഇതാ ഈ വശം. മൂന്നാമത്തെ ത്രികോണത്തിന്റെ കർണം വശമായി വരുന്ന സമചതുരത്തിന്റെ പരപ്പളവ് 4 ആണ്. അതിനോട് കൂടി ഈ പാദത്തിന്റെ വശം വശമായി വരുന്ന സമചതുരത്തിന്റെ ചുറ്റളവല്ല പരപ്പളവ്, അത് 1 ആണ്. അപ്പോൾ 4 പ്ലസ് 1 5. ഓക്കെ. അപ്പോൾ ഷെയ്ഡ് ചെയ്ത ഈ സമചതുരത്തിന്റെ പരപ്പളവ് എന്തായിരിക്കും? 5 ചതുരശ്ര മീറ്റർ ആയിരിക്കും. ഇവിടെ
4 ചതുരശ്ര മീറ്റർ ആണ്. ഇവിടെ 3 ചതുരശ്ര മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ പരപ്പളവ് 5 ചതുരശ്ര മീറ്റർ ആയതുകൊണ്ട് സമചതുരത്തിന്റെ വശത്തിന്റെ നീളം എന്തായിരിക്കും? പരപ്പളവ് √5 മീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ തുടങ്ങുന്നത് എവിടുന്നാണ്? ആദ്യത്തെ ചിത്രത്തിൽ നമുക്ക് രണ്ട് മട്ടത്രികോണങ്ങളാണ് ഉള്ളത് അല്ലേ? 2 മട്ടത്രികോണങ്ങളാണുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തു? രണ്ടാമത്തെ മട്ടത്രികോണത്തിന്റെ കർണത്തോട് ചേർന്ന് കിടക്കുന്ന വശത്തിന്റെ സമചതുരം, അതിന്റെ പരപ്പളവ് 3 ആണ്. ഓക്കെ, അടുത്തതാവുന്ന സമയത്ത് 3 മട്ടത്രികോണം, പിന്നെ അടുത്തത് വരും 3 മട്ടത്രികോണം, മൂന്നാമത്തെ മട്ടത്രികോണത്തിന്റെ കർണത്തോട് ചേർന്നുള്ള സമചതുരം. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണ്? 4 മീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. അടുത്തതിൽ നമുക്ക് എന്താണ്? 4 മട്ടത്രികോണങ്ങൾ, എന്നിട്ട് നാലാമത്തെ മട്ടത്രികോണത്തിന്റെ കർണത്തോട് ചേർന്ന് കിടക്കുന്നത് 5 മീറ്റർ സ്ക്വയർ. ഇതിൽ നിന്നും നമുക്ക് എന്താണ്? പൊതുവായിട്ട് ഒരു നിഗമനത്തിൽ എത്താൻ പറ്റും. ഇപ്പൊ ഇവിടെ 4ന് പകരം നമുക്ക് n മട്ടത്രികോണങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ രൂപത്തിൽ ആദ്യത്തെ മട്ടത്രികോണത്തില് പാദവും ലംബവും എന്താണ്? ഓരോ മീറ്റർ ആണ്. പിന്നെ അതിനെ നമ്മളിങ്ങനെ യോജിപ്പിച്ച് നമുക്ക് n മട്ടത്രികോണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ nth മട്ടത്രികോണത്തിന്റെ കർണം വശമായി വരുന്ന സമചതുരത്തിന്റെ പരപ്പളവ് എത്രയായിരിക്കും? n+1 മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ആ ഒരു തത്വം നമുക്ക് ഇതിൽ നിന്നും കിട്ടും. ഓക്കെ, അതായത് n മട്ടത്രികോണങ്ങൾ ഉണ്ടെങ്കിൽ n മട്ടത്രികോണങ്ങൾ ഉണ്ട്. ഇനി എന്താ പറയുന്നത്? അവസാനത്തെ മട്ടത്രികോണത്തിന്റെ കർണം വശമായി വരുന്ന സമചതുരത്തിന്റെ പരപ്പളവ് എന്തായിരിക്കും? ഇതിനേക്കാൾ 1 കൂടുതലായിരിക്കും. n+1 ആയിരിക്കും. ഇങ്ങനെ ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യത്തിൽ നമുക്ക് എത്താം. ഓക്കെ, ഇതിപ്പോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ n മട്ടത്രികോണങ്ങളുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി നമുക്കിവിടെ പറയാം. ആദ്യത്തെ മട്ടത്രികോണത്തിന്റെ പാദവും ലംബവും ഒരു യൂണിറ്റ് ആണ്. യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? സെന്റിമീറ്റർ ആവാം, മീറ്റർ ആവാം, കിലോമീറ്റർ ആവാം, ആര് വേണമെങ്കിലും ആവാം. അപ്പോൾ അവസാനത്തെ മട്ടത്രികോണത്തിന്റെ കർണം വശമായി
വരുന്ന സമചതുരത്തിന്റെ പരപ്പളവ് n+1 യൂണിറ്റ് സ്ക്വയർ ആയിരിക്കും. അത് ചതുരശ്ര യൂണിറ്റ്, n+1 ചതുരശ്ര യൂണിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ യൂണിറ്റിന്റെ അവിടെ നമുക്ക് സെന്റിമീറ്റർ, മീറ്റർ എന്ത് വേണമെങ്കിലും ചേർക്കാം. പിന്നെ കൂടാതെ ഒരു കാര്യം കൂടിയും കിട്ടുന്നുണ്ട് നമുക്ക്. ഇവിടെ ഇപ്പോൾ പരപ്പളവ് n+1 ആണ് കിട്ടുന്നത് എങ്കിൽ അതിൻ്റെ റൂട്ട് ആയിരിക്കും വശത്തിന്റെ നീളം. ഓക്കെ, അതും കൂടി നമുക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. കൂടാതെ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം റൂട്ട് n+1. n+1 ഒരുമിച്ചാണ്, അപ്പോൾ അത് ഉള്ളിലാണ്. റൂട്ട് n+1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കണ്ടതാണ് ഇത്. ഇവിടെ n-ന്റെ വാല്യൂ, ഇവിടെ നമുക്ക് പരപ്പളവ്, വശം ഇങ്ങനെ എഴുതി നോക്കാം. ഒരു ടേബിൾ പോലെ നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് എന്താണ്, 3 മട്ടത്രികോണങ്ങൾ ഉണ്ടായിരുന്നു. 3 സമയത്ത് പരപ്പളവ് നമുക്ക് എത്രയാ കിട്ടിയിട്ടുണ്ടായിരുന്നേ? 4 കിട്ടിയത്? സോറി, ആദ്യം നമുക്ക് 2 മട്ടത്രികോണമാണ്, അപ്പോൾ നമുക്ക് പരപ്പളവ് 3 കിട്ടി. ഓക്കെ, അപ്പോൾ 2 മട്ടത്രികോണങ്ങൾ, അപ്പോൾ പരപ്പളവ് 3. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വശം എന്താ കിട്ടുന്നത്? റൂട്ട് 3. ശരിയാണ്. ഇനി 3 മട്ടത്രികോണങ്ങൾ ഉള്ളപ്പോൾ പരപ്പളവ് എത്രയാണ്? ഇതാ 3 ചിത്രം 2. അവിടെ പരപ്പളവ് നമുക്ക് 4 മീറ്റർ സ്ക്വയർ. അപ്പം 4. അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണ്? റൂട്ട് 4, 2. നോക്കൂ, ഇതാ രണ്ടാമത്തെ ചിത്രത്തിൽ വശത്തിന്റെ നീളം റൂട്ട് 4 ആണ്. ഇനി മൂന്നാമത്തെ ചിത്രത്തിൽ നമുക്ക് 4 മട്ടത്രികോണങ്ങൾ ഉണ്ട്. അതിന്റെ പരപ്പളവ് 5, വശത്തിന്റെ നീളം റൂട്ട് 5. ഓക്കെ, 4 മട്ടത്രികോണം, അതിനോട് 1 കൂട്ടിയാൽ 5, അതാണ് പരപ്പളവ്. ഇവിടെ റൂട്ട് 5. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ കാര്യം ശരിയാണ്. അതായത് n മട്ടത്രികോണങ്ങൾ ഉണ്ട്. ആദ്യത്തെ മട്ടത്രികോണത്തിന്റെ പാദവും ലംബവും 1 യൂണിറ്റ് ആണ്. അങ്ങനെയെങ്കിൽ അവസാനത്തെ മട്ടത്രികോണത്തിന്റെ കർണം വശമായി വരുന്ന സമചതുരത്തിന്റെ പരപ്പളവ് n+1 ചതുരശ്ര മീറ്റർ ആയിരിക്കും. കൂടാതെ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം റൂട്ട് n+1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, ബൈ.